ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഒരസുഖം അല്ലെങ്കിൽ മുറിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ പെടാത്ത അണുക്കൾ, അതുപോലെ തന്നെ വിഷരാസവസ്തുക്കൾ പോലെയുണ്ടാകുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണമാണ് വീക്കം എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ. നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ അനുവദിക്കുന്ന ഒരു സാധാരണവും പ്രധാനപ്പെട്ടതുമായ പ്രക്രിയയാണ് വീക്കം. നമ്മുടെ ശരീരത്തിലെ വെളുത്ത രക്താണുക്കളിൽ നിന്നുള്ള രാസവസ്തുക്കൾ രക്തത്തിലോ അല്ലെങ്കിൽ ടിഷ്യൂകളിലോ പ്രവേശിക്കും. ഇത് മുറിവുകളോ അണുബാധയോ ഉള്ള സ്ഥലത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ഇതിന് ചുവപ്പ് നിറവും ഉണ്ടാകും. ചില രാസവസ്തുക്കൾ ടിഷ്യൂകളിലേക്ക് ദ്രാവകം ഒഴുകുന്നതിന് കാരണമാകുന്നു. ഇതും വീക്കമുണ്ടാക്കും. ഈ സംരക്ഷണ പ്രക്രിയ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയും അങ്ങനെ വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇൻഫ്ലുവൻസ പോലുള്ള വൈറൽ രോഗങ്ങൾ, സ്ട്രൈപ്പ്, തൊണ്ട പോലുള്ള ബാക്ടീരിയ അണുബാധകൾ, വ്യായാമത്തിൻ്റെ കുറവ്, വിട്ടുമാറാത്ത സമ്മർദ്ദം, വെയിറ്റ് കൂടുക, കുടലിൽ അനാരോഗ്യകരമായ നിരവധി ബാക്ടീരിയകൾ, ഉറക്കക്കുറവ്, വായുമലിനീകരണം, അപകടകരമായ രാസവസ്തുക്കൾ പോലുള്ള വിഷവസ്തുക്കളുമായുള്ള സമ്പർക്കം പുലർത്തുന്നതും, പുകയിലയുടെ ഉപയോഗം, അമിതമായ മദ്യപാനം, ഇതൊക്കെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ വരുന്നതിനുള്ള കാരണങ്ങളാണ്. ഇൻഫ്ലമേഷൻ കാരണം ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം, ഹൈ BP വരാം, ലിവർ ഡിസീസ് വരാം, ആസ്തമ, COPD വരാം, ടൈപ്പ് 2 പ്രമേഹം വരാം, ആർത്രൈറ്റിസ്, നല്ല മുട്ടുവേദന, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ് പ്ലം. പ്ലം എന്ന ഈ ഫ്രൂട്ടിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് വീക്കം കുറയ്ക്കുന്നതിനും ഫ്രീ റാഡിക്കലുകളുടെ കേടുപാടുകളിൽ നിന്ന് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നത്. ഈ ഫ്രൂട്ടിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റാണ് പോളിഫീനോൾ. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രമേഹം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും എല്ലുകളുടെ ബലത്തിനും BP കുറയ്ക്കാനും ലിവർ ഡിസീസ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. കൂടാതെ കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ല കാഴ്ചശക്തിക്കും നല്ല ദഹനത്തിനും ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനുമൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് പ്ലം. അപ്പോൾ ഈ പ്ലം ഫ്രൂട്ട് ഉപയോഗിച്ച് ഞാനിന്നിവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായി 3-4 പ്ലം ഫ്രൂട്ട് എടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഈ ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇതിനകത്ത് ഒരു ചെറിയ കുരുവുണ്ട്, ആ കുരു മാറ്റണം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 പുതിനയില ഇട്ട് കൊടുക്കുക. അല്പം പിങ്ക് സാൾട്ട് കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുക. ഈ ജ്യൂസ് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിക്കാതെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ ജ്യൂസ് ഫ്രഷായി തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കുടിക്കണം. ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് പ്ലം. ഷുഗറിനോടനുബന്ധിച്ചുള്ള സകല പ്രയാസവും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് പ്ലം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കണം, BP ഉണ്ട്, നേരത്തെ പറഞ്ഞ എല്ലാ അസുഖങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് ജ്യൂസ് കൂടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഈ ഒരു ജ്യൂസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജ്യൂസായി കുടിക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലം ഫ്രൂട്ടായി തന്നെ കഴിക്കാം. ഒരു 3-4 പ്ലം ഫ്രൂട്ട് ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കണം. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായി ഈ ഫ്രൂട്ടായും അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസായും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശരീരത്തിലെ വേദന, പ്രയാസങ്ങൾ തുടങ്ങിയ ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കാനായി ഇതുപോലെ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ജ്യൂസ് തയ്യാറാക്കി കുടിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്